ദാറ്റ് യൂസ്ഡ് ടു ബി അസ് എന്ന തോമസ് ഫ്രീഡ്മാന്റെ പുസ്തകം അമേരിക്കയുടെ പ്രതിസന്ധിയുടെ വിശദാംശങ്ങൾ വെളിവാക്കുന്ന ഒന്നാണ്. തങ്ങളൊരു ഗർത്തത്തിനടിയിലാണ് എന്ന് അമേരിക്കൻ ജനതയോടും ഭരണകൂടത്തോടും നേരത്തെ പറഞ്ഞത് പോൾ ക്രൂഗ്മാൻ ആയിരുന്നു. അമേരിക്കയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒക്കുപൈ വാൾസ്ട്രീറ്റ് പ്രക്ഷോഭത്തെയും സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധിയെയും കുറിച്ചുള്ള വിവിധ വിശദാംശങ്ങൾ ലോകമെങ്ങുമുള്ള മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം വ്യക്തമാക്കുന്നത് അമേരിക്കയുടെ രാഷ്ട്രീയ മണ്ഡലങ്ങളിലടക്കം വലിയ പരിവർത്തനത്തിന് സാധ്യതയേകുന്നതാണ് ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ എന്നാണ്. ജനകീയ പ്രതിഷേധം ശക്തമാകുന്നത് രാഷ്ട്രീയ നേതൃത്വത്തെ അലോസരപ്പെടുത്തുന്നുണ്ട്. അതിൽ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും വ്യത്യസ്തരല്ല. പ്രതിഷേധത്തെ ലക്ഷ്യബോധവും നേതൃത്വവുമില്ലാത്ത അരാഷ്ട്രീയ കൂട്ടായ്മയെന്ന് വിമർശിക്കാൻ ശ്രമിക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വവും കോർപ്പറേറ്റുകളും. അടുത്ത വർഷം രാജ്യം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും മുമ്പ് പ്രതിഷേധത്തെ നയപരമായി കൈകാര്യം ചെയ്യേണ്ടത് അവരുടെ ആവശ്യമാണ്. ഡെമോക്രാറ്റുകൾ അല്ലെങ്കിൽ റിപ്പബ്ലിക്കന്മാർ ഭരണ നേതൃത്വത്തെ നിശ്ചയിക്കാൻ ഇതല്ലാതെ അമേരിക്കൻ ജനതയ്ക്ക് മറ്റു മാർഗങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഭരണം മാറുകയല്ല, ഭരണകൂടത്തിന്റെ നയങ്ങൾ മാറുകയാണ് അവരുടെ ആവശ്യം. മുതലാളിത്ത വ്യവസ്ഥയിൽ ഒരു സമൂല മാറ്റം അവരാവശ്യപ്പെടുന്നു. രാഷ്ട്രീയ കണക്ഷൻ എന്ന് പറയാൻ സാധിക്കില്ല. അവര് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ എതിരുമല്ല, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ എതിരുമല്ല, രണ്ടാളുടെ എതിരുമാണ് ഒരു വഴിയിൽ. പക്ഷെ അവര് റിജക്ഷൻ ശരിക്കും സിസ്റ്റമാണ്. അമേരിക്കയിലത്തെ ക്യാപിറ്റൽ സിസ്റ്റത്തിന്റെ വർക്കിങ്ങും സാധാരണക്കാർക്ക് അവസരം കൊടുക്കാണ്ട് ഈ 1% എലീറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണെന്ന് പറഞ്ഞിട്ടാണ് അവരിങ്ങനെ ഒബ്ജക്ഷൻ കൊടുത്തിരിക്കുന്നത്. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ നിന്ന് പിൻവാങ്ങിയതോടെ സമ്പദ് വ്യവസ്ഥയിലും വിപണിയിലും ഭരണകൂടത്തിന്റെ പങ്ക് ആവശ്യമേ ഇല്ലെന്നാണ് നവമുതലാളിത്തത്തിന്റെ വാദം. അമേരിക്ക ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും അതാണ്. അതിന്റെ ദുരിതമനുഭവിച്ചാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. നികുതി നയത്തിന്റെ ന്യായരാഹിത്യത്തെ ചോദ്യം ചെയ്യുന്നതും ഇതുകൊണ്ട് തന്നെ. പക്ഷേ കടുത്ത വലതുപക്ഷക്കാരായ ടീ പാർട്ടി മൂവ്മെന്റ് സമ്പന്നനെ കൂടി നികുതിയിൽ നിന്നും ഒഴിവാക്കിയുള്ള അതിമുതലാളിത്തമാണ് ആവശ്യപ്പെടുന്നത്. ഈ സംവാദങ്ങളിലൂടെ അമേരിക്കയിൽ ഒരു പുതിയ രാഷ്ട്രീയ മണ്ഡലം ഉയർന്നു വരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഇതുവരെ സർക്കാരിന്റെ എതിരെ നടക്കുന്ന ജനങ്ങളുടെ പാതിയിലിറക്കം റൈറ്റ് വിംഗ് എന്നായിരുന്നു. ടീ പാർട്ടി മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ട് ഒബാമയുടെ എതിരെ നിന്ന ആൾക്കാരായിരുന്നു കൂടുതൽ പാതിയിൽ ഇറങ്ങുന്നതും സമരം നടത്തുന്നതും ടെലിവിഷൻ സംസാരിക്കുന്നതും ആയിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാം ഈ നമ്മുടെ ഇടത്ത കക്ഷിയിലും ആൾക്കാരുണ്ട്. ഈ പ്രത്യേകിച്ച് ചെറുപ്പക്കാര് ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ കൺസെൻസസ് ഇഷ്ടപ്പെടാതെ ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് അപ്രോച്ച് വേണമെന്ന് പറഞ്ഞിട്ടാണ് അവര് നിൽക്കുന്നത്. വികസിത മുതലാളിത്തം അനിവാര്യമായ ആഭ്യന്തര സംഘർഷത്തിലൂടെ കടന്നു പോവുകയാണ്. 1929 വലിയ മാന്ദ്യത്തിന്റെ തുടർച്ച അമേരിക്കയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രശ്നം രൂക്ഷമാണെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള കഴിവ് അമേരിക്കക്കുണ്ടെന്ന് കരുതുന്നവരും ഏറെയാണ്. അമേരിക്കയിൽ ചില നല്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നെന്താണ്, അവർക്ക് നല്ലപോലെ റിസ്ക് എടുക്കാൻ അറിയും. ഓൺട്രപ്രണർഷിപ്പും ഇൻവെസ്റ്റ്മെന്റും ചെയ്യാനും ധൈര്യത്തോടെ പുതിയ ഐഡിയാസിന് പൈസ ചെലവാക്കിയിട്ട് പുതിയ ഐഡിയാസിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. വൈരുദ്ധ്യം എല്ലായിടത്തും രൂക്ഷമാണെന്നാണ് കുത്തക വിരുദ്ധ സമരം ലോകമെങ്ങും പടർന്നതിലൂടെ വ്യക്തമാകുന്നത്. യൂറോപ്യൻ യൂണിയൻ നിലംപൊത്താറായി. ഗ്രീസും ഇറ്റലിയും യൂറോപ്പിന്റെ ദുഃഖമായി മാറിയിരിക്കുന്നു. അവ യൂറോപ്പിനെയും കൊണ്ടേപോകൂ എന്ന നിലയിലാണ്. ഗ്രീസിൽ തുടർച്ചയായ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. പലതും അക്രമാസക്തമായി. പ്രശ്നം പരിഹരിക്കാൻ രക്ഷാ പാക്കേജ് എന്ന മറുമരുന്ന് നൽകുകയാണ് യൂറോപ്യൻ യൂണിയൻ. പക്ഷേ ഇത്തരം പാക്കേജുകൾ ആത്മാഹുതിയാണെന്ന ആത്മസംഘർഷമാണ് മുതലാളിത്തം നേരിടുന്നത്. സോഷ്യലിസ്റ്റ് ഭരണകൂടങ്ങളുടെ തകർച്ചയ്ക്ക് ശേഷം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വികസിത മുതലാളിത്തത്തിന്റെ അപ്രമാദിത്വമായിരുന്നു. അത് വെല്ലുവിളിക്കപ്പെടുകയാണ്. പുതിയ പ്രതിഷേധം ഒരു ബദൽ സാധ്യതകൾ ഉരുത്തിരിയാനുള്ള കളമൊരുക്കുമോ എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു. മുതലാളിത്തത്തിന് അത് ആശങ്കയും സോഷ്യലിസ്റ്റുകൾക്ക് പ്രതീക്ഷയും നൽകുന്നു. അമേരിക്കയിൽ പോലും ഒരു പുതിയ ഇടതുപക്ഷം രൂപപ്പെടുന്നുവെന്നാണ് പുതിയ സംഭവങ്ങൾ കാണിക്കുന്നത്. അമേരിക്കയിലെ സോഷ്യലിസം എന്ന് പറഞ്ഞത് ആ വാക്കേ പറഞ്ഞാൽ വോട്ട് നഷ്ടപ്പെടുന്ന ഒരു വാക്കാണ്. അമേരിക്കയില് എല്ലാം വെച്ച് വലിയ ദോഷം പറയാൻ സാധിക്കും എന്താണ് ഇയാളൊരു സോഷ്യലിസ്റ്റ് ആണെന്ന്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അയാളുടെ ഭാവി നശിച്ചുപോയി. രാഷ്ട്രീയത്തിൽ ഒരാൾ ഇറങ്ങിയിട്ട് സോഷ്യലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ ഒരു ഇതില്ല. ഇപ്പോ അതിന്റെ ഒരു ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. സോഷ്യലിസം എല്ലാം കൂടി ഒരു ലെഫ്റ്റ് വിങ് അപ്രോച്ചും ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് അപ്രോച്ചും നമ്മളിപ്പോൾ പാതിയിൽ കാണുന്നു. അതാണ് ഈ ഓക്യുപൈ വാൾ സ്ട്രീറ്റ്. വാൾ സ്ട്രീറ്റ് ക്യാപിറ്റലിസ്റ്റിനെ മാത്രമേ നോക്കുന്നുള്ളൂ,
99% അമേരിക്കൻസിന്റെ ജീവിതത്തിനെ അവർ നശിപ്പിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് ജനങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. മുതലാളിത്തത്തിന് അതിൻ്റെതായ ആഭ്യന്തരമായ വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യങ്ങൾ ചെറിയ മിനുക്കുവലികളുണ്ടോ, ചെറിയ മുറിവൈദ്യങ്ങൾ കൊണ്ടോ പരിഹരിക്കാവുന്നതല്ല. പ്രതിസന്ധികളെ മറികടക്കാനുള്ള കഴിവ് മുതലാളിത്തം മുമ്പും പ്രകടിപ്പിച്ചിരുന്നു. 2 ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷവും 1970-കളിൽ നേരിട്ട പ്രതിസന്ധികളെ ആഗോള മുതലാളിത്തം അതിജീവിച്ചതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ പരാജയപ്പെട്ടതോടെ ബദൽ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രസക്തി തന്നെ ഇല്ലാതായെന്നും അവർ പറയുന്നു. അമേരിക്ക പൊളിയുന്നു, ഡിപ്രഷൻ വരെ എത്തുമെന്ന് പറയാൻ സമയമായിട്ടില്ല. എൻ്റെ മനസ്സിൽ അമേരിക്കയുടെ എക്കണോമിക് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ വീണാൽ വീണ്ടും നിൽക്കാൻ ഉള്ള ഒരു ശക്തി, അതാണ് റെസിലിയൻസ്. അതിപ്പോഴും അവർക്കുണ്ട് അമേരിക്കയിൽ. കെയ്ൻസ് ആവിഷ്കരിച്ച ക്ഷേമരാഷ്ട്ര സിദ്ധാന്തങ്ങൾ, അതുപോലെ ഇദ്ദേഹത്തിന്റെ റൂസ്വെൽറ്റിന്റെ ന്യൂ ഡീൽ പദ്ധതി, ഈ പദ്ധതികളൊന്നും നടപ്പാക്കാൻ കഴിയാതെ തകർച്ചയിലേക്ക് നീങ്ങുകയാണ്. റൂസ്വെൽറ്റ് വരാൻ പോകുന്നുണ്ടോ, കെയ്ൻസും വരാൻ പോകുന്നുണ്ടോ, എന്ത് ചെയ്യും അങ്ങ് അതാണ് വാൾ സ്ട്രീറ്റിനെതിരെയുള്ള ഈ പോരാട്ടത്തിന്റെ കാരണം. അനുദിനം ശക്തിപ്പെടുന്ന കുത്തക വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഗതിവേഗം നിർണ്ണയിക്കുക അസാധ്യമാണ്. അറബ് രാജ്യങ്ങളിലുണ്ടായ പ്രതിഷേധങ്ങൾ ഭരണകൂടങ്ങളെ കടപുഴക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. ലോകമെങ്ങുമുള്ള ജനകീയ മുന്നേറ്റങ്ങളുടെ സ്വഭാവവും അതാണ് കാണിക്കുന്നത്. ചുരുങ്ങിയ പക്ഷം നവമുതലാളിത്തം ചില തിരുത്തലുകൾക്കെങ്കിലും നിർബന്ധിതമാകുമെന്നാണ് ഈ പ്രക്ഷോഭങ്ങൾ നൽകുന്ന സൂചന. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഈ ലക്കം ഇവിടെ